ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇവിടെ വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രത്തിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മളെല്ലാവരും തമിഴ് പഠിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വരുമോ? തമിഴ് പഠിച്ചവർക്ക് മാത്രം ഇവിടെ പ്രവേശനമുള്ളൂ എന്ന് പറഞ്ഞാൽ വരുമോ? കർത്താവിൻ്റെ അനുഗ്രഹം കിട്ടാൻ തമിഴ് പഠിക്കണമെങ്കിലും നമ്മൾ ചിലപ്പോൾ പഠിക്കണം. പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ സഹോദരങ്ങൾ ഇവിടെയുള്ള നമ്മുടെ ശുശ്രൂഷയ്ക്ക്, നമ്മുടെ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന തമിഴ് സഹോദരങ്ങൾക്ക് അവർക്ക് മലയാളം അറിയാം, മലയാളം നന്നായിട്ട് മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് തമിഴ് പഠിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വരുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാൻ വേളാങ്കണ്ണി വരുമ്പോൾ തമിഴ് പഠിക്കുക എന്ന ഒരു കാര്യം നമ്മൾ ചെയ്യണമെന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാൻ നമുക്ക് വേണ്ട, അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് എനിക്ക് യോഗ്യതയില്ല കർത്താവേ എന്ന് പറയണം. എനിക്കൊരു യോഗ്യതയില്ല എന്ന് പറയണം. നമ്മുടെ ഓരോ പ്രവൃത്തികളിൽ അത് പ്രതിഫലിക്കണം. ഇപ്പോൾ ഇവിടെ വന്നിട്ടും കാശും മുടക്കി ഇവിടെ വന്ന് മദ്യപിക്കുന്ന ആളുകളുണ്ട്. അവർ മദ്യപിക്കുന്ന പ്രവൃത്തി വഴി എന്താണ് വെളിവാക്കുന്നത്? യോഗ്യത ഇല്ല എന്ന് പറയുന്നതാണോ? ആണ്. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നമ്മളത് പറയണം. എനിക്ക് യോഗ്യതയില്ല കർത്താവേ. യോഗ്യത ഇല്ല എന്ന് പറയുന്നത് നമ്മുടെ വാക്കിൽ, നോട്ടത്തിൽ, പ്രവൃത്തിയിലൊക്കെ വരും. അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിലെ മത്തായി 8-ാം അധ്യായമാണ്. ശതാധിപൻ, അത് 5-ാം വാക്യമാണ്. മത്തായി 8:5. യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു. യാചന അത് യോഗ്യത ഇല്ലാത്തവൻ ചെയ്യുന്ന കാര്യമാണ്. യോഗ്യത ഉണ്ടെന്ന് കരുതുന്നവൻ യാചിക്കുമോ? എനിക്ക് യോഗ്യതയുണ്ട്, എനിക്കെല്ലാം ഉണ്ടെന്ന് പറയുന്നവൻ യാചിക്കില്ല. യാചന വരുന്നത് എനിക്ക് യോഗ്യത ഇല്ലെന്ന് ചിന്തിക്കുമ്പോഴാണ്. എന്താ യാചിച്ചത്? കർത്താവെ, എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിനവേദന അനുഭവിച്ച വീട്ടിൽ കിടക്കുന്നു. ഇത് ഓർത്ത് നോക്കിയ, അയാൾക്ക് വേണ്ടിയിട്ടല്ല ഈ യാചന, വീട്ടിലുള്ള ഭൃത്യന് വേണ്ടിയിട്ടാണ് യാചന. അപ്പോൾ തന്നെ അയാളുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാകും. ഞാൻ മാത്രം അനുഗ്രഹിക്കപ്പെട്ടാൽ പോരാ, എൻ്റെ ഭൃത്യൻ കൂടി, അവൻ കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ വീടൊക്കെ വിട്ട് വന്ന് എൻ്റെ വീട്ടിൽ വന്ന് ജോലി ചെയ്യുന്നത്. അവനൊരു രോഗം വന്നിരിക്കാൻ, കൂനുമ്മൽ കുരുപോലെ അവൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നുകൊണ്ടാണ് അവൻ ഇവിടെ വേല ചെയ്യുന്നത്. അവനിപ്പോൾ അതേ രോഗം പിടിപെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവന് സൗഖ്യം കൊടുക്കണം, അവനിങ്ങനെ കഷ്ടപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞ് യാചിക്കുകയാണ്. അപ്പോൾ ഇയാളുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് യാചന. ഇനി അയാൾക്ക് വേണ്ടിയിട്ടല്ല അയാൾ യാചിച്ചത്. ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം. യാചനയുടെ ഒരു രീതി കണ്ടിട്ട് ഈശോ ഉടനെ മറുപടി പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. അങ്ങനെ ഒരു മറുപടി എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? മറുപടി ഈശോ പറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഈശോ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെയാണെങ്കിലോ അപ്പം നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും ധ്യാനിക്കുന്നതും നല്ലതാണ്. ഇനി അടുത്തതും, അപ്പോൾ ഞാൻ വന്ന് സുഖപ്പെടുത്താമെന്ന് പറയുമ്പോൾ നമ്മളാണെങ്കിൽ വാ 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 ഈശോ വാ വാ എനിക്ക് കിട്ടണത് പോരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അതങ്ങനെ പറയും. അടുത്തതാണ് അയാളുടെ രസകരമായ മറുപടി. നമുക്ക് ചിന്തിക്കാനും പ്രാവർത്തികമാക്കാനും ഒക്കെ ചിലപ്പോൾ അത്ര എളുപ്പമായിട്ട് തോന്നുകയില്ല. അപ്പോൾ ശതാധിപൻ പറഞ്ഞു, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. കഴിഞ്ഞ ദിവസം ഇങ്ങനെ കുർബാന കഴിഞ്ഞ് ഇങ്ങനെ മാതാകുളം അവിടെ ചെന്ന് നിൽക്കുമ്പോഴും എന്തോ ഒരു നേർച്ച, ഇവിടെ ഒന്നും ഇല്ലാത്തൊരു നേർച്ച. ആളുകൾ ഇങ്ങനെ പുതിയ നേർച്ചകളൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് വരികയാണ്. ഞാനിവിടെ വായിച്ചോളാം, ഇവിടെ 3 പ്രാവശ്യം വായിച്ചോളാം. ഇതൊന്നും ഇവിടെ ഇല്ലാത്ത നേർച്ചയാണ്. ആൾത്താരിൽ ഓൾട്ടർ പോയായി നിന്നോളാം, ഇതൊന്നും ഇവിടെ ഇല്ലാത്ത നേർച്ചയാണ്. ഇങ്ങനെ ഇല്ലാത്ത നേർച്ചകൾ അങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലതും തോന്നും, അങ്ങനെ നേരും, എന്നിട്ട് ഇങ്ങോട്ട് വരും. അങ്ങനെ ഒരു നേർച്ചയാണ്. എവിടെയോ ഒരു ഫോട്ടോ ഇങ്ങനെ കൊണ്ടുപോയി സമർപ്പിക്കുന്ന സംഭവം ഉണ്ടെന്ന്, അതെനിക്കറിയില്ലെന്ന് പറഞ്ഞു. അതറിയില്ല. നമ്മൾ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലല്ല കുടുങ്ങിപ്പോകേണ്ടത്. യഥാർത്ഥത്തിൽ ഈശോയോടൊരു ബന്ധത്തിൽ വളരുക. കാരണം ഈശോയോടുള്ള ബന്ധം കണ്ടോ, ഈശോയോട് അയാൾ സംസാരിക്കുന്നത് കണ്ടോ. നമ്മൾ ചില വസ്തുക്കളിൽ ഇങ്ങനെ ആശ്രയിച്ച പല കാര്യങ്ങളും ചെയ്തു പോകുമ്പോൾ
യഥാർത്ഥത്തിൽ ഈശോയോടുള്ള ബന്ധമില്ല. നമ്മളിവിടെ വരുന്നു, കഷ്ടപ്പെട്ട് ഇവിടെ വരുന്നു, എന്നിട്ടും നമ്മൾ കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നു, പല പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പള്ളിയിലൊന്നിരിക്കാനോ ഒന്ന് കുമ്പസാരിക്കാനോ ഒന്ന് കുർബാനയിൽ ആദ്യവസാനം ഭയഭക്തി ആദരവോടെ പങ്കെടുക്കാനോ അങ്ങനെ ഒന്നും ശ്രമിക്കാതെ വെറുതെ വന്ന് കുറച്ച് വെള്ളമൊക്കെ അടിച്ച് അങ്ങനെ ഒരു പോക്ക്, അത് യഥാർത്ഥത്തിൽ അത് ഈശോയോടുള്ള ബന്ധത്തിലുള്ള വളർച്ചയല്ല. അപ്പോൾ ഈശോയോടുള്ള ബന്ധത്തിൽ വളരണം. അപ്പോൾ അതിങ്ങനെ പറഞ്ഞപ്പോൾ ചില ആളുകളോട് നമ്മൾ കറക്ഷൻ പറയുമ്പോൾ ഇതൊന്നുമല്ല നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈശോയോടുള്ള ബന്ധത്തിൽ വളരുന്ന കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ തോറ്റുപോകും. ചില ആളുകൾ തോറ്റുപോകുന്നത് സമ്മതിക്കാൻ പറ്റുകയില്ല. അപ്പോൾ തന്നെ ഒരു മറുപടി വരും, നമ്മൾ കുമ്പസാരിച്ചിട്ടൊക്കെ അല്ലേ കുർബാന സ്വീകരിക്കുന്നത്, കുർബാനയ്ക്ക് വരുന്നത്, അപ്പോൾ പിന്നെ എന്തിനാണ് കുർബാന സ്വീകരണത്തിന് മുൻപ് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. ലാറ്റിൻ കുർബാനയിലാണ് കർത്താവെ അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖപ്പെടും. ഇതെന്തിനാണ് പറയണതെന്ന് എന്നോട് ചോദിക്കാം. ഇതെന്തിനാ പറയുന്നത്? നമ്മൾ കുമ്പസാരിച്ചിട്ടൊക്കെയല്ലേ വരുന്നത്, പിന്നെ നമ്മൾ യോഗ്യരല്ലെന്ന് പറയണത് എന്തിനാണെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ മകളെ, അതൊരു നമ്മുടെ ആറ്റിറ്റ്യൂഡല്ലേ അത് വചനം എന്താണത്? മത്തായി 8:8 ആ വചനമാണ് കുർബാനയിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. ഒരു വചനം ഉപയോഗിച്ച് കുർബാനയിൽ പ്രാർത്ഥിക്കുന്നത്. അപ്പം തോറ്റുപോയി എന്ന് കരുതുമ്പോൾ ജയിക്കാനുള്ള ഒരു ചോദ്യം ചോദിച്ചത് കുർബാനയിലൊരു പ്രാർത്ഥന അതെന്തിനാണെന്ന്. ചിലപ്പോൾ ലാറ്റിൻ ക്രമത്തിലല്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അങ്ങനെ ചോദിച്ചത്. അപ്പോൾ അത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ ഇത്രയും വലിയ അനുഗ്രഹം കിട്ടുമ്പോൾ ധൂർത്തപുത്രൻ പോലും പിതാവിൻ്റെ ഭവനത്തിൽ വരുമ്പോഴും ഞാൻ യോഗ്യനല്ല പിതാവേ എന്നാ പറഞ്ഞ. മറിയത്തിനെ ദൈവകൃപ നിറഞ്ഞവളെ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ മറിയം എന്താ പറഞ്ഞത്? മറിയം, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കെന്ന് നിറവേറട്ടെ. മനസ്സിലായി? ഒരു മേന്മയായിട്ടല്ല, ദൈവം കൃപ നിറഞ്ഞവളെ എന്ന് വിളിക്കുമ്പോൾ അത് ഉയർത്തിപ്പിടിക്കേണ്ട ഒരു കാര്യമായിട്ടല്ല പരിഗണിച്ചത്. അതാണ് ഈശോ ദാസൻ്റെ രൂപം സ്വീകരിച്ചു. ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസൻ്റെ രൂപം സ്വീകരിച്ചു. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യൻ്റെ ആകൃതിയിൽ കാണപ്പെട്ടു. ഫിലിപ്പിയർ 2:7 ഫിലിപ്പിയർ 2:7. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇയാളുടെ രണ്ടാമത്തെ കാര്യമാണ് അത് ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. നമ്മളാണെങ്കിൽ ഈശോയെ അങ്ങ് മേക്ക് യൂസ് ചെയ്യും, ഈശോയെ അങ്ങോട്ട് ഉപയോഗിക്കും, കിട്ടണത് പോരട്ടെ എന്ന് പറഞ്ഞു. ചില ആളുകൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ഒരു കൂട്ടത്തിലാണ് ചിലപ്പോൾ ആശീർവാദം കൊടുക്കുന്ന, ഫാമിലി സമേതമാണ് പ്രാർത്ഥന കൊടുക്കുക. അപ്പോൾ ഓരോരുത്തർ വരും. ഒന്ന് ഓർത്ത് വയ്ക്കുക, ഓരോരുത്തർ അങ്ങനെ പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഒരു കുടുംബത്തെ പ്രാർത്ഥിക്കുന്നത്, അപ്പോൾ പോരണത് പോരട്ടെ, ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണം, പോരണത് പോരട്ടെ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പോരണത് പോരട്ടെ, അച്ഛൻ കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, പോരണത് പോരട്ടെ. അപ്പോൾ ഇയാളെന്താ, ഈശോ കഷ്ടപ്പെടണ്ട, ഈശോയെ നീ ഇവിടെ നിന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, ഈശോയെ നീ എൻ്റെ വീട്ടിൽ വന്ന് കഷ്ടപ്പെടണ്ട, നീ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല എൻ്റെ ഈശോയെ. മനസ്സിലായി? ആറ്റിറ്റ്യൂഡ് അതാണ്. മൂന്നാമത്തെ കാര്യം അവൾ പറയുന്നത്. ആദ്യത്തെ എന്താണ്? യാചിച്ചു. രണ്ടാമത്തേത് എനിക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞു. പിന്നെ പറയാണ് മത്തായി 8:9, ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, അവരനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ഇത് ചെയ്യുന്നു. അങ്ങ് എന്നെ ഒരു ദാസനെ പോലെ കണ്ട് അങ്ങ് കൽപ്പിച്ചാൽ മതി കർത്താവേ, അങ്ങ് വരാനുള്ള യോഗ്യത എനിക്കില്ല, പക്ഷെ അങ്ങൊന്ന് കൽപ്പിച്ചാൽ മാത്രം മതി. ഇത് കേട്ടിട്ട് മത്തായി 8:10 യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെടുക. ഈശോ ആദ്യം ഒരു സംഭവം പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താമെന്ന് പറഞ്ഞു. പിന്നെ ഈശോ ആശ്ചര്യപ്പെടുന്നു. നമ്മളല്ലേ ഈശോയുടെ ഒരു പ്രവൃത്തി കണ്ടിട്ട് ആശ്ചര്യപ്പെടേണ്ടത്, പക്ഷേ ഇവൻ്റെ വിശ്വാസം കണ്ടിട്ട് ദൈവം ആശ്ചര്യപ്പെട്ടു. യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും കണ്ടിട്ടില്ല. അങ്ങനെ ഒരുവളെ കാത്തിരുന്നിട്ട് അങ്ങനെ കണ്ടെത്തിയവളാണ് മറിയം. ഇതുപോലുള്ള ഒരുവളെ കണ്ടിട്ടില്ല ദൈവത്തിന് പിറക്കാൻ വേണ്ടിയിട്ട്. അതാണ് മറിയത്തിൻ്റെ യോഗ്യത. മറിയം
ഈശോയെ മനുഷ്യപുത്രൻ, ദൈവപുത്രൻ പിറക്കുമ്പോൾ ആരെങ്കിലും അമ്മയായിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ദാസിയായിട്ടെങ്കിലും എന്നെ തിരഞ്ഞെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കാത്തിരുന്നവളാണ് മറിയം. അപ്പോൾ ആ മറിയത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ദൈവകൃപ നിറഞ്ഞവളെ എന്ന് വിളിക്കുമ്പോൾ മറിയം പറയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കിന് നിറവേറട്ടെ. അതാണ് യോഗ്യത. ഒരുവനിൽ പോലും നമ്മളൊന്ന് നോക്കിക്കേ, ഒരു കൂട്ടം മനുഷ്യര് ദൈവം നമ്മളെ നോക്കിയിട്ട് നിന്നെപ്പോലൊരുവനെ, വിശ്വാസിയായ ഒരുവനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുവോ? നീ ഷോർട്ട്സും ധരിച്ച് പള്ളി വരുമ്പോൾ, നീ സ്കാഫ് ധരിക്കാതെ കുർബാനയ്ക്ക് വരുമ്പോൾ, നീ പള്ളിക്കകത്ത് ഫോൺ ചെയ്തൊക്കെ നിൽക്കുമ്പോൾ, ഈശോയുടെ ബലിയുടെ അനുസ്മരണത്തിൽ നമ്മൾ പങ്കുചേരുമ്പോൾ, മാതാവ് കുരിശിൻ ചവിട്ട് നിന്നതുപോലെ നിൽക്കാനും അങ്ങനെ കുർബാന അർപ്പിക്കുവാനും നമുക്ക് അവസരം നൽകുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ കണ്ടിട്ട് ഈശോ പറയുമോ ഇതുപോലെ ഒരെണ്ണത്തിന് ഇത് നിങ്ങളെ എന്ത് പറയും, ഇതുപോലെ ഒരെണ്ണം വന്നല്ലോ എന്ന് ചിലപ്പോൾ നെഗറ്റീവായിട്ട് ചിലപ്പോൾ പറഞ്ഞേക്കാം. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇവനെ അപ്രീസിയേഷൻ കൊടുക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ദാസനായിരിക്കുക, നമ്മുടെ അയോഗ്യത നമ്മളെ വെളിപ്പെടുത്തുക, ഇതൊക്കെയാണ് കർത്താവിൻ്റെ അനുഗ്രഹം വരാനായിട്ടുള്ള നമ്മുടെ പ്രത്യേകത. അതായത് ധൂർത്തപുത്രൻ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 19-ാമത്തെ വാക്യത്തിൽ നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാനിനി യോഗ്യനല്ല, നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ, നിന്റെ ദാസരിൽ ഒരുവനായി സ്വീകരിക്കണമേ. നോക്കി, ഈ ശതാധിപൻ എൻ്റെ ദാസനോട് ഞാനത് ചെയ്യുക എന്ന് പറയുമ്പോൾ ചെയ്യും, നീ എന്നോട് കൽപ്പിച്ചാൽ മതി കർത്താവേ. നമുക്ക് സഭയിലൂടെ കൽപ്പിച്ചിട്ട് പോലും ചെയ്യുന്നില്ല, സഭയുടെ കൽപ്പനകളിലൂടെ അത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോലും ചെയ്യുന്നില്ല. നമ്മൾ ഈശോയ്ക്ക് മുകളിൽ നിൽക്കുന്നത് പോലെയാണ് നമ്മുടെ പെരുമാറ്റം. അപ്പോൾ തിരിച്ചു വന്ന ധൂർത്തപുത്രൻ പറയാണ്, ദാസനെ പോലെയാണെങ്കിലും. മറിയം പറയാണ്, ദാസി പറഞ്ഞാൽ മതി കർത്താവേ, നിന്റെ വാക്ക് എന്നോട് പറയ്, ഞാനത് ചെയ്തോളാം. 21-ാം വാക്യത്തിലും ലൂക്ക 15:21 മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായി നിന്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു, നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാനിനി യോഗ്യനല്ല, നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. അതാണ് പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ഈ എളിമയോടുകൂടി നിൽക്കുന്നത് അത് ഈ ക്രിസ്മസ് സമ്മാനം കിട്ടുന്നതിനുള്ള ഒരു യോഗ്യതയാണ്. ഇനി സങ്കീർത്തനം 123 2ഉം 3ഉം വചനം, ദാസന്മാരുടെ കണ്ണുകൾ യജമാനൻ്റെ കയ്യിലേക്കെന്ന പോലെ, ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്കെന്ന പോലെ, ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ, എന്തെന്നാൽ ഞങ്ങൾ നിന്ദനമേറ്റു മടുത്തു. ഇതുപോലൊരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ അയോഗ്യത എന്ന് പറയുന്നത് പുറംപോച്ചാണോ, ഒരു ഷോയാണോ, നമ്മൾ ഉള്ളിൽ നിന്ന് പറയുന്നതാണോ? ഈശോയുടെ അപ്രീസിയേഷൻ കിട്ടത്തക്ക വിധത്തിൽ യഥാർത്ഥത്തിൽ ഒരു ദാസമനോഭാവം നമ്മിൽ വരുന്നുണ്ടോ? ഈശോയ്ക്കും മാതാവിനും ഒക്കെ ഉണ്ടായിരുന്ന ദാസമനോഭാവമാണ് ഇന്ന് ശതാധിപൻ വെളിപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ശതാധിപന് അനുഗ്രഹം കിട്ടിയത്. രോഗിയാണു ഞാൻ നാഥ, സൗഖ്യമായ നീ വരണേ, പാപിയാണു ഞാൻ ദേവാ, മാപ്പു നൽകണേ. രോഗിയാണു ഞാൻ നാഥ, സൗഖ്യമായ നീ വരണേ, പാപിയാണു ഞാൻ ദേവാ, മാപ്പു നൽകണേ. മൃത്യുഭയമെൻ്റെ ഉള്ളിൽ ഏറി വരുന്നെൻ്റെ നാഥ, ഒരു വാക്കിനാൽ സുഖമാക്കുക, ആനന്ദമേ കീടുക. പരിശുദ്ധ മറിയമേ, അമ്മ വളരെ അന്തസ്സോടുകൂടെ അഭിമാനത്തോടുകൂടെ കർത്താവേ അങ്ങയുടെ ദാസിയാണെന്ന് പറഞ്ഞ് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റിയ വിധത്തിൽ തൻ്റെ ജീവിതം യോഗ്യമാക്കി കൊടുത്തുവല്ലോ. ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈ വരുന്ന ക്രിസ്മസിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ
അമ്മയെപ്പോലുള്ള ഒരു എളിമ, വിനയം, ദാസമനോഭാവം, യാചനാ മനോഭാവം ഞങ്ങൾക്കും നൽകണമേ. ആമേൻ.